നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള ശിക്ഷ വ്യക്തികളുണ്ട്. അവരോട് സ്വാഗതം ചെയ്യണം. നോക്കാതെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കാര്യങ്ങൾ അധ്യക്ഷനായിട്ടുള്ള കർമ്മധാരൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനികളെ, നമ്മുടെ നാടിൻ്റെ ഒരു സുഹൃത്തം എന്ന നിലയിൽ എൻ്റെ പെരുമാറിൽ എന്നൊരു സംഗീത ശില്പത്തിൻ്റെ വീഡിയോ പ്രദർശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ദിവ്യ സഞ്ജുവിനെ ക്ഷണിക്കുന്നു. ചേരും മട്ടു ചരാചരങ്ങളൊരുമിക്കും വിശ്വമാം ആംഗികം ഓരോ നാദവും ഉണർന്നതിൽ മുഴങ്ങിക്കേൾപ്പതോ വാചികം സൂര്യചന്ദ്രന്മാർ അസംഖ്യ താരകളുമാ ആഹാര്യ സങ്കൽപ്പമായി നേരാൽ സാത്വിക ഭാവമാർന്ന നടനെ പാടി സ്തുതിക്കട്ടെ നാം. പറയുന്നതിന് വേണ്ടി സുനിൽ ചൈത്രത്തെ ക്ഷണിക്കുന്നു. കുറച്ചുനാട് കാര്യം ചേച്ചി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഈ പ്രോഗ്രാം ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന രാജുവേട്ടൻ, മൂറാട് രാജുവേട്ടൻ, അദ്ദേഹം എഴുതിയ പാട്ടാണിത്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. മണക്കാല ബാലകൃഷ്ണൻ സാറ്, വേണു അഞ്ചൽ സാറ് വേദിയിലേക്ക് വരാം. അജിത്ത് നമ്പൂതിരി സാർ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക്. സജി മംഗലത്ത് സാർ, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. അനുപുരുഷത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എം ജി സുരേഷ്, ഈ ആൽബത്തിൻ്റെ ഗായകൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ആൽബം വീഡിയോ പ്രകാശനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടുകാരിയും പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റുമായ ശ്രീമതി ഉടസനാട് തങ്കത്തെ ആദരവോടും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എൻ്റെ പെരുമാറിൽ എന്ന ആൽബം ഉദ്ഘാടനം ചെയ്യാൻ എന്നെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. ആൽബം ഒരു ചെറിയ കാര്യമല്ല. കാരണം ഓച്ചറ അമ്പലത്തിൽ തന്നെ എൻ്റെ 5 ആൽബമുണ്ട്. പരമ്പൊരുൾ, ദക്ഷിണേശ്വര്യം, പശുപതി അമ്മ, ചെട്ടികുളങ്ങര അമ്മ, അതായത് അനിൽ പനച്ചൂരാൻ്റെ പരമ്പൊരുൾ എന്ന അതിൽ ഞാൻ നൃത്തവും കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ആൽബം ഒരു ഷോർട്ട് മൂവി നിസ്സാര കാര്യമല്ല. ഇതൊക്കെ ചെയ്ത് കൈ തെളിഞ്ഞവരാണ് ഇന്ന് സിനിമയിൽ അഗ്രഗണ്യരായിരിക്കുന്ന സംവിധായകന്മാരും എഴുത്തുകാരും അഭിനേതാക്കളും എല്ലാം. ഞാൻ ഏതാണ്ട് ഒരു 122 ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 17-ാം തീയതി കൊല്ലം ജില്ലയുടെ ഷോർട്ട് മൂവി മത്സരത്തിൽ നല്ല നടിക്കുള്ള അവാർഡ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. കാരണം വലിയ സിനിമയിലെ കഥാപാത്രങ്ങളിലൊക്കെ ഉപരി ചില ക്യാരക്ടേഴ്സ് നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. കാരണം ഹൃദയമായി ഒരു അഭിനേതാവിനോ അഭിനേത്രിക്കോ ചെയ്യാൻ ആ കലാകാരിക്ക്
നീതി പുലർത്താൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് ഇതിലൊക്കെ കിട്ടുന്നത്. അവിടെയൊക്കെ ചെയ്ത് ഇവിടം വരെ വന്ന JJK വരെ വന്നതും അങ്ങനെയൊക്കെ തന്നെ. അരനൂറ്റാണ്ട് നാടകം, നർത്തകയും നൃത്ത അധ്യാപികയും. അപ്പോൾ ഈ ആൽബം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം തന്നെയാണ്. അതിന് രാജീവ് സാറ് ഞങ്ങളുടെ ഒപ്പം സൂപ്പർ ജെമിനി സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത് ഇപ്പോൾ ഉടനെ തന്നെ അത് റിലീസാകും. ജനുവരി തന്നെ ഞാൻ ചെയ്ത എന്നെക്കുറിച്ച് പറയാനാണ് എൻ്റെ പെരുമാറിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും എന്നെക്കുറിച്ച് ഞാനിവിടെ വന്നത് പറയുന്നുണ്ട്. അപ്പോൾ 5 സിനിമ 4 സിനിമ ഇപ്പോൾ ജനുവരിയിൽ എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ജെമിനി, ശ്രീ അയ്യപ്പൻ, കമ്മ്യൂണിസ്റ്റ് പച്ച, കുടുംബസ്ഥൻ, ഒരു തമിഴ് ചിത്രം കുടുംബസ്ഥൻ. അത് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് നല്ലൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് ചെയ്യാനും അതിറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അത്ര മനോഹരമായ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ജനുവരിയിൽ എന്തായാലും ഇന്ന് ഈ എൻ്റെ പെരുമാറിൽ നമ്മൾ പലപ്പോഴും സംഗീതത്തിലും എല്ലാം കേട്ടിട്ടുള്ളതാണ്. ചെത്തിപ്പൂവേ തെങ്കാശി, ആ പാട്ടിനകത്തും നീ എൻ മാറിൽ ചായ, ഇവിടെ പാട്ടുകാരൊക്കെ ഇരിക്കുന്നത് എനിക്ക് പാട്ടറിയത്തില്ല എങ്കിലും ആ ഒരു പ്രണയ തലത്തിലുള്ള ഇതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പെരുമാറിൽ, നമ്മുടെ ഭൂമിയുടെ പെരുമാറിൽ നാം സുരക്ഷിതരാണ്. അതുപോലെ അതിനൊരർത്ഥം കാണും. ഇല്ലേ, കഥാകൃത്ത് എഴുതി വെക്കത്തില്ലല്ലോ ഒക്കെ. അപ്പോൾ തൂലികത്തുമ്പിലൂടെ ഈ എൻ്റെ പെരുമാറിൽ എഴുതിയ സൃഷ്ടികർത്താവിനും സംവിധായകർക്കും സംവിധാനം ചെയ്ത സംവിധായകനും അതിൻ്റെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും മ്യൂസിക് ഡയറക്ടർക്കും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങൾ നൽകിക്കൊണ്ട് ഇത് ഔദ്യോഗികമായി എൻ്റെ പെരുമാറിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഏവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ആൽബം നമ്മുടെ രാജീവേട്ടന് അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഗൾഫിന് പോയി കഴിയുമ്പോഴും ഞങ്ങൾ തമ്മിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് ഞങ്ങളുടെ ക്ലബ്ബുകളിൽ അദ്ദേഹം ചെറിയ ഓണത്തിനൊക്കെ ഗാനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും അദ്ദേഹത്തിൽ കയറിയൊരു മനുഷ്യനാണ്. പിന്നീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതി ഒരു കുറേ ബുക്കുകൾ നിറച്ച് പാട്ടുകളുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 4 ഗാനങ്ങളാണ് നമ്മൾ പ്രണയഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് അന്ന് റിലീസ് ചെയ്തത്. അതിലൊരു പാട്ടാണ് എൻ്റെ പെരുമാറിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും മനോഹരമായി പാട്ടെഴുതുന്ന ശരിക്കും സിനിമയിൽ അദ്ദേഹം നന്നായിട്ട് വരേണ്ട സമയം എന്തേ കഴിഞ്ഞതാണ്. അദ്ദേഹം ഇപ്പം കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് രാജീവേട്ടനെ കുറിച്ച് ഇത്രയും പറയാതിരിക്കാൻ പറ്റില്ല. 100 രാജീവേട്ടനാണ് ഈ പാട്ട് എഴുതിയത്. പിന്നെ ഇത് പാട്ട് എഴുതിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് വേണിച്ചേട്ടൻ്റെ അടുത്തേക്കാണ്. ഇതാണ് അഞ്ചൽ വേണിച്ചേട്ടൻ. അദ്ദേഹം നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ കുടുംബാംഗമാണ്. സംഗീത സംവിധായകൻ സിനിമയിൽ അദ്ദേഹമാണ് ഈ പാട്ടിന് സംഗീതം സംവിധായകനായിട്ടുള്ള ആൽബം സംവിധാനം ചെയ്തിരിക്കുന്ന ഉണ്ണിവൈരം കൂടെ അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ഈ ആൽബത്തിൻ്റെ സംഗീത സംവിധായകൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്ത് വേണു അഞ്ചൽ ചേട്ടനെ നമ്മളന്ന് ആദരിക്കുകയാണ്.
ഇതിനെല്ലാം കാരണക്കാരനായ നൂർനാട് രാജീവിനെ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ എക്സ് സർവീസ് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇങ്ങനൊരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമ്മളെ അറിയിച്ച ഇതിന്റെ എല്ലാ ആളുകളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് രാജീവിനെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ മൈത്രി ഫൈൻ ആർട്സിന്റെ ചാരുമോട് രാധാകൃഷ്ണനും സീതാരായൻ ഞാനും ഭാഗവനായ സാറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആർട്സ് ക്ലബിന്റെ ഒരു നെടുന്തൂണാണ് രാജീവൻ. അത് മൈത്രിയുടെ പേരിൽ അദ്ദേഹത്തെ ഈ മൊമെന്റം നൽകി ആദരിക്കുന്നു. നമ്മുടെ ചാരുമൂട് രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾക്കറിയാം. ഒട്ടനവധി നാടകങ്ങളും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട കാവ്യരംഗത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാരുമൂട് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ചാരുമൂട് രാധാകൃഷ്ണൻ സാറിനെ നിങ്ങളുടെ എല്ലാം പേരിൽ ആദരിക്കുന്നു. ഈ ചിത്ര ആൽബത്തിൻ്റെ ഗായകനായിട്ടുള്ള എം ജി സുരേഷിനെ ഞങ്ങളുടെ മൊമെൻ്റോയിൽ പൊന്നാടെ ആദരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ മെയിൻ വരൻ സാറാണ്. കാരണം ഈ സംഗീത ശില്പം നമ്മളിൽ ചെവിയിൽ ഇമ്പമായി എത്തിച്ച സുരേഷ് സാറിനെ നിങ്ങളുടെ എല്ലാം പേരിൽ ആദരിക്കുന്നു. പ്രശസ്ത കലാകാരന് എൻ്റെ കൈകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒട്ടനവധി കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം പേര് ചാരുമൂട്ടിലെ കലാകാരന്മാർക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇനി ഞങ്ങളുടെ ഇതിൽപ്പെട്ട പ്രശസ്തനായ കവി നസീർ സിദ്ധാരെ മൈത്രിയുടെ ആജീവനാന്ത മെമ്പറാണ്. അതുപോലെ തന്നെ ചാരുമൂട്ടിലെ പ്രശസ്തനായ ഒരു കവിയാണ്. കവി തന്നെ എഴുതുക മാത്രമല്ല, അദ്ദേഹം തന്നെ ഗാനം ആലപിക്കുകയും ചെയ്യും. മിക്കപ്പോഴും ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ചാരുമൂട്ട് നടക്കുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ നിറ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരിക്കുന്നു. ഈ ആൽബത്തിൻ്റെ ക്യാമറ വീഡിയോ ക്യാമറ ചെയ്തിട്ടുള്ള ഷമീറിനെ ഒരു ഈ ആൽബത്തിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയത് കൊണ്ടാണ് നമുക്ക് അവരെ വയ്ക്കാൻ പറ്റുന്നത്. ഷമീറിന് ഈ ചടങ്ങിന് ഈ മൊമെന്റ് നൽകി ആദരിക്കുന്നു. അടുത്തതായി ആദരിക്കാനുള്ളത് ഇതിന്റെ എല്ലാം നെടുന്തൂണായ സുനിൽ ചൈത്രത്തെയാണ്. അദ്ദേഹം പറഞ്ഞു, രാജീവിനുള്ള കലാകാരനെ കണ്ടെത്തി
ആ കലാകാരനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന സുനിൽ ചൈത്രത്തെ നിങ്ങൾക്കെല്ലാം വേണ്ടി നമ്മുടെ പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റ് നമ്മുടെ ഈ പ്രകാശന ചടങ്ങ് സ്പോൺസർ ചെയ്തതും ഇന്നാരുടെ പേരിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. വിളക്കത്ത് രാജൻ സാറിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം, ഈ പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ മകളെ ആദരിക്കാൻ സംഘാടക സമിതി ആഗ്രഹിക്കുന്നു. ആ കുമാരിയമ്മയും ഇവിടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേച്ചിയെ തങ്കവും കനവുമെല്ലാം ഒന്നാണെന്ന് തിരിച്ചു പറഞ്ഞതുപോലെ ഈ ആദരവിനോട് ക്ഷണിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതനായ ഡയറ്റിലെ പ്രിൻസിപ്പലായി പെൻഷൻ പറ്റിയ ഒരു സുപ്രസിദ്ധ സംഗീതജ്ഞൻ ഞങ്ങളുടെ അയൽവാസിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മണക്കാല ഗോപാലകൃഷ്ണൻ. നിങ്ങളെല്ലാം അദ്ദേഹത്തെ കേട്ട് കാണും. ഒട്ടനവധി വേദികളിൽ ശാസ്ത്രീയ സംഗീതവും അതോടൊപ്പം തന്നെ ഒരു മികച്ച അധ്യാപകനുമായ മണക്കാല ഗോപാലകൃഷ്ണൻ സാറിനെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ ആർട്ടിസ്റ്റ് കനക ചേച്ചിയെ സാദരം ക്ഷണിക്കുന്നു. ബൈജു കോന്നി സ്വീകരിക്കാം. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സതീഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ സ്വീകരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ചാരുമൂട് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഫ്ലവേഴ്സിലെ ചക്കപ്പഴം സീരിയലിലെ എഴുത്തുകാരനും കൂടിയാണ്. ചെറിയ ആളല്ല. ചക്കപ്പഴം സീരിയലൊക്കെ കാണാറുണ്ടല്ലോ. അദ്ദേഹത്തിന് നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടി ആദരിക്കുന്നു. അടുത്ത ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ശൈലജ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സിനിമ ആർട്ടിസ്റ്റ് കനക ചേച്ചിയെ ക്ഷണിക്കുക. അടുത്തതായി ആദരിക്കാനുള്ളത് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ അഡ്വക്കേറ്റ് കറ്റാനൻ ഷാജി. കലാകാരൻ കൂടിയാണ്. വെട്ടിച്ചെറിയ അവരുകളെ നിങ്ങളെല്ലാം അനുഭവത്തോടുകൂടി ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അജിത് മങ്കുഴി. അപ്പൊ നൂർനാഥ് രാജീവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. മനോഹരമായ ഈ അന്തരീക്ഷത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹാദരം. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അല്പം കൂടെ ഒന്ന് ക്ലിയർ ആകാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണവും ഗാനപ്രവീണയും, ഡൽഹി സർവകലാശാലയിൽ നിന്നും സംഗീത ശിരോമണിയും, കണ്ണൂർ സർവകലാശാലയിൽ നിന്നും PhD, ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിന് അതിമനോഹരമായ സംഗീതം ലയിപ്പിച്ചു. അദ്ദേഹം പിന്നെ SCRT റിസർച്ച് ഓഫീസർ പദവി. ഉൾക്കടൽ എന്ന സിനിമയിലൂടെ
സംഗീത സംവിധാനം തുടങ്ങിയിട്ടും കൂടെ യേശുദാസും ചിത്രയും ജയചന്ദ്രനും അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ പാടും. പ്രശസ്ത ഗാന രചയിതാക്കളായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പൂവച്ചൽ ഖാദർ തുടങ്ങിയവർ അദ്ദേഹത്തിന് വേണ്ടി എഴുതി സംഗീതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. 2 വേണു അഞ്ചൽ, അദ്ദേഹം ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞു. ഒരു 35 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഈ ഒരു രംഗത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം ഇപ്പം ഒരു അത്യാവശ്യം ഗാനം പോയിരിക്കുകയാണ്. 30-ലധികം വർഷങ്ങളായി സംഗീത രംഗത്തുണ്ട് സജീവം. 2500-ലധികം ഗാനങ്ങൾ നാടകങ്ങൾക്കും സിനിമയ്ക്കും വേണ്ടി അദ്ദേഹം കൈകാര്യം ചെയ്തു. അതിലൊക്കെ മിടുക്കലാണ്. കീബോർഡ് വായിക്കുക തുടങ്ങിയ എല്ലാ സംഭവത്തിലും അദ്ദേഹം ഒന്നിനും മൊത്തം ഒന്നായിട്ട് തന്നെ അദ്ദേഹം ഈ കേരളം മൊത്തം അറിയപ്പെടുന്നു. താങ്ക് യു. കല്യാണത്തിലൊക്കെ അടുത്തത് ഡോക്ടർ ബിജു അനന്തകൃഷ്ണൻ. അദ്ദേഹം ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ 35 വർഷമായിട്ട് ഈ സഫരിയ നടത്തിക്കൊണ്ടിരിക്കുന്നു. സംഗീതത്തിൻ്റെ നാടകങ്ങൾക്ക് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2500-അധികം ഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി. ഒപ്പം ഗാനം അതായത് ആലാപനവും സംഗീത മേഖലയിൽ നിന്നും ഡോക്ടറേറ്റ് കിട്ടുകയും ചെയ്തു. ഇന്നും ഇദ്ദേഹത്തിന് സംഗീത സംവിധാനത്തിൽ മനോഹരമായ ഒത്തിരിയേറെ ഗാനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമസ്കാരം. പിന്നെ അജിത് മമ്പടി സാർ, ഞാനത് ഇടയ്ക്ക് ഞാൻ ഈ സംഭവത്തിനിടയ്ക്ക് മറ്റു ചില പ്രശ്നം കാരണം ഇടയ്ക്ക് വിട്ടുപോയതാണ്. അദ്ദേഹം വളരെ മനോഹരമായ ഭക്തിഗാനങ്ങൾ തുടങ്ങി പ്രണയഗാനങ്ങൾ. ഞാനും അദ്ദേഹമായിട്ട് ഒന്ന് കൂടിച്ചേരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയധികം ഗാനങ്ങൾ അദ്ദേഹം സംഗീതം കൊടുത്തു കഴിഞ്ഞു. അതെ അദ്ദേഹം പിന്നെ ഒരു പ്രണയഗീതം, ഒരു പുതിയൊരു കാവ്യം അദ്ദേഹത്തിൻ്റെ സംഗീത ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും എൻ്റെ നമസ്കാരം. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 16 പേരെ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ എഴുതി. യേശുദാസ്, ജയചന്ദ്രൻ, ചിത്ര തുടങ്ങി നമ്മുടെ പ്രിയങ്കരനായ ക്രിക്കറ്റർ ശ്രീശാന്ത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ പിന്നെ നമ്മുടെ പ്രസിഡന്റ് പദവിക്ക് വേണ്ടി മത്സരിച്ച അമേരിക്കയിലെ കമല ഹാരിസ്, അദ്ദേഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയും തീർച്ചയായിട്ടും നല്ലൊരു പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഗാനം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അത് വളരെ പ്രശസ്തമാണ്. യൂട്യൂബിലല്ല എവിടെയും കിട്ടുമോ സംഭവം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും നമസ്കാരം. അടുത്ത ഇത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിക്കൊണ്ടിരിക്കുന്നു. അനൂപ് പുരുഷോത്തം, അതായത് ചേച്ചി ഇപ്പോൾ അഭിനയിച്ച സിനിമ അതിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ആദ്യം ഒരു സിനിമ വളരെ ഗംഭീരമായ രീതിയിൽ സൂപ്പർ ജെമിനി എന്നുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ തന്നെ അദ്ദേഹം കഥാകൃത്ത് തുടങ്ങി അദ്ദേഹം അത് എത്തിയിരിക്കുന്നു. അദ്ദേഹമാണ് അനൂപ് പുരുഷോത്തം. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ്. അതിൽ എനിക്ക് ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിലും ഇതുപോലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സംവിധായകൻ മാത്രമല്ല, അദ്ദേഹത്തിന് ആദ്യ സിനിമ കേരളം മൊത്തം അംഗീകരിച്ചതാണ്. അതേപോലെ തന്നെ അവാർഡുകൾ വാരിക്കൂട്ടിയതാണ്. 2ാമത്തെ സിനിമയായ സൂപ്പർ ജെമിനി താഴെ ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു 10 ദിവസത്തിനുള്ളിലെങ്കിലും ഈ സിനിമ വന്നിരിക്കും. അദ്ദേഹം സംവിധായകൻ മാത്രമല്ല, തിരക്കഥ രംഗത്തും അദ്ദേഹം പ്രശസ്തനാണ്. താങ്ക് യു. അടുത്തത് കുളച്ചനാട് കനകം ചേച്ചിയാണ്. ഞാൻ
പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. KPSC തുടങ്ങി കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സമിതികളിലും വളരെ മനോഹരമായ അഭിനയം കാഴ്ചവെച്ചിട്ട് താമസിച്ച് പോയി സിനിമയിൽ വരാൻ വേണ്ടി അങ്ങനെയുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ചേച്ചി കാണിച്ചിട്ടുള്ളൂ. അത് സാഹചര്യം മോശമായതുകൊണ്ടായിരിക്കാം. പക്ഷെ ദൈവം ഇപ്പം അറിഞ്ഞു തന്നെ ചേച്ചി ദൈവം അറിഞ്ഞ് തന്നെ ചേച്ചി ഇപ്പം കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 1000-ഓളം വേദികളിൽ നാടകത്തിൽ അഭിനയം കാഴ്ചവെച്ച ചേച്ചിയുടെ ഒരു ജയ ഹേ സിനിമ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇഡ്ഡലി ചവിട്ടി സംഭവം അങ്ങനെ തുടങ്ങി അതിലൂടെ വീണ്ടും പ്രശസ്തയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗുരുവായൂരമ്പലം നടയിൽ തുടങ്ങി പല സിനിമകളിലും വളരെയധികം മനോഹരമായ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തമാശയും മറ്റു കാര്യങ്ങളുമായിട്ട് ചേച്ചി പോലും മാലപ്പടക്കത്തിൽ തിരികൊടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ചേച്ചിക്ക് നമസ്കാരം. ചില സാങ്കേതിക കാരണങ്ങൾ വരാൻ കഴിഞ്ഞില്ല. രാജീവ് വൈശാഖ് അദ്ദേഹം കവിയാണ്. നമ്മുടെ അജിത് മംഗൾ സാറിൻ്റെ അളിയനും കൂടിയാണ് അദ്ദേഹം. എഴുതിയ കുറേയേറെ ഗാനങ്ങൾ അജിത് മംഗൾ സാറ് സംഗീതം കൊടുത്തു. അതുകൂടാതെ നമ്മുടെ പ്രശസ്തനായ കവിയും ഗാന രചയിതാവുമായ രാജീവ് ആലിംഗൽ ഇദ്ദേഹത്തിൻ്റെ പല പാട്ടുകൾക്ക് സംഗീതം കൊടുത്തു. അങ്ങനെ തുടങ്ങി ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ നല്ല പ്രാവീണ്യമുള്ള ആ മഹാവ്യക്തി ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിനും നമസ്കാരം. ചാരുമൂടി രാധാകൃഷ്ണൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടുകാരെ മൊത്തം ഏതാണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു കഥയോ കവിതയല്ല നാടകമോ അല്ലെങ്കിൽ ഒരു നോവലോ വായിക്കാത്ത ആരും കാണത്തില്ല. അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായി ഇപ്പോൾ ബോംബെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ബോംബെ എയർപോർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ഇപ്പം അവസാനമായിട്ട് ഇറങ്ങി. അതിനു മുമ്പ് ധാരാവിയിലെ ദേവദാസി ഞാൻ അതിനുവേണ്ടി ഞാൻ പോയിരുന്നു. അദ്ദേഹം ഒരു നോവലിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ ചെറുക കഥാകൃത്ത്, കവി, ബോംബെയിലെ ജീവിതത്തിൻ്റെ ഇടയിൽ നേരിട്ടുള്ള പല അനുഭവങ്ങളെ വാക്കുകളിലൂടെ പകർത്തിയ എത്ര നോവലുകൾ. മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണവും വ്യാകുലവുമായ അവസ്ഥാന്തരങ്ങളെ എഴുത്തിലൂടെ വായനക്കാർ സ്വാധീനം ചെലുത്തിയ നോവലിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടുകാർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട് അമ്മ നമ്മുടെ അമ്മ എന്ന നാടക സമാഹാരം, 2ാം കെട്ടിലെ മക്കൾ എന്ന മറ്റൊരു നാടകം, വെളുത്ത സാഹിബിനും മറാമറ്റും കറുത്ത കുട്ടികൾ എന്ന പ്രശസ്തമായ കഥാസമാഹാരം തുടങ്ങി ബോംബെയിലെ ധാരാവി പ്രമേയമാക്കിയ നോവൽ ഉൾപ്പെടെ വളരെയധികം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാരെ സ്വാധീനം ചെലുത്തുന്ന എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ നമസ്കാരം. സതീഷ് ചാരുമൂട്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആളും നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ മരിച്ചുപോയ പ്രിയങ്കരനായ അടൂർ ഫാസി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആദ്യ സമ്മാനം വാങ്ങിയ വ്യക്തി കൂടിയാണ് സതീഷ് ചാരുമൂട് അവാർഡ്. കൂടാതെ തന്നെ വളരെയധികം നോവലുകൾ, അതേപോലെ തന്നെ ചെറിയ സിനിമകൾ, തിരക്കഥ, കഥാകൃത്ത് തുടങ്ങി പല മേഖലകളിൽ അദ്ദേഹം ഇന്നും പ്രശസ്തനാണ്. അദ്ദേഹം നമ്മുടെ കേരള കൗമുദിയിൽ അടൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ അതിൽ ഒരു അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പല രചനകൾ ഇനി വരാൻ ബാക്കിയിരിക്കുന്നു. തക്കപ്പഴം തുടങ്ങി പലതും അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണ്. അദ്ദേഹത്തിന് നമസ്കാരം. ഷാജി പി ജോൺ, അദ്ദേഹം എത്തിയിട്ടില്ല. ഒരു 10-25 വർഷം മുമ്പ് ദേവദാസി എന്ന് പറയുന്ന സിനിമ, അത് ബിജു വർക്കി എന്ന പ്രശസ്ത സംവിധായകൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും പിന്നെ നമ്മുടെ പ്രശസ്തനായ ഹാസ്യനടൻ ജഗദീഷ് കുമാറിൻ്റെ ജഗപോക തുടങ്ങി പല സീരിയലുകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ട് ഇപ്പോഴും സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നമസ്കാരം. പ്രദീപ് പറക്കോട്, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയുടെ ഒരു പണിപ്പുരലാണ് അദ്ദേഹം. സമയത്തിൻ്റെ ചില ഇഷ്യൂ കാരണം അദ്ദേഹം തിരിച്ചു പോകേണ്ടി വന്നു. 25 വർഷമായിട്ട് അദ്ദേഹവും ഈ സിനിമാ ലോകത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് 2 സിനിമ കൂടി അദ്ദേഹം ചെയ്തു.
പിന്നെ നമ്മുടെ ഈ ആൽബത്തിൽ അഭിനയിച്ചിട്ടുള്ള ശ്രീമതി ശൈലജ മണി, അവർക്കും എൻ്റെ നമസ്കാരം. തീർച്ചയായിട്ടും അഭിനയത്തിൽ മാത്രമല്ല നിരവധി കഥകളും കവിതകളും ആനുകാലികങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആൽബത്തിൽ അഭിനയിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ നമസ്കാരം. പിന്നെ അടുത്തത് നസീർ സിദ്ധാർ സാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹത്തിൻ്റെ കവിത കേൾക്കാത്ത ആരും കാണത്തില്ല ഈ കൂട്ടത്തിൽ. എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിത കേട്ട് കാണണം എന്നെൻ്റെ മനസ്സ് പറയുന്നു. അദ്ദേഹം കവി മാത്രമല്ല, ഗാന രചയിതാവ്. ആൽബങ്ങൾ ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ചാരുമൂട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കലാരംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഞാൻ ഇന്ന് രാവിലെ ഒരു കവിത കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. മനോഹരമായ കവിത എഴുതാനും അത് മധുരമായ രീതിയിൽ അത് പാടുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ നന്ദി തന്നെ. ബൈജു കോണി, അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രംഗം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർ കൂടി. അദ്ദേഹം സിനിമയിൽ ഏതെല്ലാം തരത്തിൽ ഒരാളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും അതിനൊക്കെ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. അത്രയും സിനിമയോട് സ്നേഹവും അതുപോലെ തന്നെ എന്നോടൊപ്പം അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ തീർച്ചയായിട്ടും ബൈജു കോണിക്ക് എൻ്റെ നമസ്കാരം. പിന്നെ ഇനി പറയാനുള്ളത് എൻ്റെ പാട്ടിനെ കുറിച്ചല്ല, എങ്കിലും ഞാൻ ആ പാട്ട് എഴുതാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഞാൻ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞു. സജീവമംഗലത്ത് 14-ലധികം സിനിമകൾക്ക് സംഗീതം കൊടുത്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നത് പാട്ടിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. പാട്ടെന്ന് പറയുന്നത് ആർക്കും അങ്ങനെ ഈ കാലത്ത് പാട്ടിന് വലിയ പ്രാധാന്യമില്ലല്ലോ. സിനിമയ്ക്കത്തൊന്നും വലിയ പ്രാധാന്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തന്നെയല്ല, സിനിമയിലെ പാട്ടുകൾക്ക് ഒരു സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ വയലാറ്, പി ഭാസ്കരൻ മാഷ് തുടങ്ങിയ ഒരു കാലഘട്ടം ഒക്കെ നശിച്ചു പോയ പോലുണ്ട്. ഇപ്പോൾ അവരുടെ പാട്ടുകളാണ് ഇപ്പോഴും നമ്മുടെ ചാനലിൽ കാണുന്നതും കേൾക്കുന്നതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും മനോഹരമായ ഗാനങ്ങൾ ഇപ്പോഴും എന്ന് പറയുന്നതും ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴത്തെ പാട്ടുകാരെ എടുത്താൽ മോശം ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ സാറുണ്ട്, സാറിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കേട്ടിട്ട് ഞാൻ പറയാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്തിയ പാട്ട് ഞാൻ കേട്ടു സിനിമയ്ക്ക് വേണ്ടി. യേശുദാസ് പാടിയ പാട്ട്, പിന്നെ നമ്മുടെ യേശുദാസ് പാടിയ പാട്ടുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പാട്ടുകൾ ഞാൻ കേൾക്കുന്നുണ്ടായി. എത്രയോ മനോഹരമായിട്ട് ആ പഴയ കാലഘട്ടത്തിലുള്ള അദ്ദേഹം പോയ പോലെ എനിക്ക് തോന്നി. അത്ര മനോഹരമായിരുന്നു. എങ്കിലും ഞാനിപ്പോൾ പറയാൻ കാര്യം എൻ്റെ ഗുരു കൂടിയായ പിണമത്ത് രാജ് സാർ, അദ്ദേഹത്തെ സാറിന് ഉണ്ട് കൂടെ. അദ്ദേഹത്തിന് എപ്പോഴും പറയും, എടാ നീ പാട്ട് എഴുതുവാന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രേമം വേണം, അല്ലെങ്കിൽ അതിന് കവിത വേണം, അല്ലെങ്കിൽ അതിനകത്തിൽ കുറച്ച് പ്രണയവും കാര്യങ്ങളൊക്കെ വേണം, അതിനകത്ത് പാട്ട് എനിക്ക് കേൾക്കണ്ട. അങ്ങനെ എന്നോട് പല പ്രാവശ്യം പല ആവർത്തി ചേച്ചിയിരിപ്പുണ്ട്, ചേച്ചിക്ക് തന്നെ അറിയാം. അങ്ങനെ എന്നോട് എപ്പോഴും പറയാം വേറെ കവിതയും കാര്യങ്ങളൊക്കെ അത് നീ അങ്ങ് എഴുതി. പക്ഷേ എനിക്ക് പ്രണയത്തെ മാത്രം ഞാൻ ബേസ് ചെയ്തിട്ടുള്ള പാട്ടിലേക്ക് ഞാൻ ഇഷ്ടപ്പെടുത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിലൂടെയാണ് ഞാൻ ആ ഒരു പ്രണയം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും അങ്ങനെയും കൂടെ പാട്ട് എഴുതാം എന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രചോദനം കൊണ്ടാണ് ഈ പാട്ട് തീർച്ചയായിട്ടും ഞാൻ സാധാരണ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. വളരെ വേദനാപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അത്ര വലിയൊരു കലാകാരനാണ് അദ്ദേഹം, മനസ്സുണ്ട്. പിന്നെ രംഗത്ത് അദ്ദേഹം വരാൻ സാഹചര്യം കിട്ടിയില്ലെന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ വളരെ ആൾക്കാർക്ക് പ്രചോദനം കൊടുക്കുക, അങ്ങനെ തുടങ്ങി കവിത കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൈകടത്തുന്ന ഒരാളായിരുന്നു. ഞാൻ അദ്ദേഹത്തിനും സാധാരണയ്ക്ക് ഞാൻ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമസ്കാരം പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ടൈം വാങ്ങി ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ മലയാള സിനിമയിൽ 16-ലധികം സിനിമകൾക്ക് സംഗീതം കൊടുക്കുകയും നമ്മളിപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം. ശ്രീ സജീവ് പകരത്തിനെ സ്റ്റേജിലേക്ക് വരുവാൻ വേണ്ടി അറിയിക്കുന്നു.
ഞാൻ ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴും പിന്നെ അനൂപ് പുരുഷത്ത് സാറിനെ പരിചയപ്പെടുത്തുന്നതാണ് എൻ്റെ ഓർമ്മ. ഒരു പക്ഷേ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു കലാരംഗത്ത് സിനിമാ രംഗത്ത് സജീവമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 3ാമത്തെ സിനിമ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ. സാധാരണ സംവിധായകന്മാർ ആർട്ടിസ്റ്റ് സംവിധായകന് കൊടുക്കുവാന്ന് സജീവ് ബന്ധത്തെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കുകയും ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മളെ ഇവിടെ സ്വീകരണം നൽകിയ എല്ലാവർക്കും വേണ്ടി നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് നമ്മുടെ എല്ലാം ബഹുമാന്യനും പ്രിയങ്കരനുമായ മണക്കാല ഗോപാലകൃഷ്ണൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പത്മനാഭൻ സാറ്, ശ്രീ ചാൽമൂട് രാധാകൃഷ്ണൻ സാറ്, കുടസ്നാട് കമ്പം ചേച്ചി, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അജിത് മൻപുരി ഗുഴി, ശ്രീ നൂർനാട് രാജീവ്, നസീർ സുൽത്താൻ, ശ്രീ അനൂപ് പുരുഷോത്തമൻ, ശ്രീ ഉണ്ണി വേലങ്കോട്, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ പ്രിയപ്പെട്ടത്, ഞാൻ ആരെ അഭിസംബോധന ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയുണ്ട്. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര ചിന്തയിലെങ്ങില്ലി ഇതരേതരയോഗം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം. വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനും മേലമൃതമയം. അതായത് നമ്മളിപ്പോൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും മോഹൻലാൽ എത്ര നല്ല നടനാന്ന് പറഞ്ഞാലും കാണികളില്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് യാതൊരു പ്രസക്തിയില്ല. യേശുദാസ് അത്ര നന്നായി പാടുമെന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കാൻ ആളില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രസക്തിയില്ല. അപ്പം നമ്മൾ ഈ ഓഡിയൻസിനെ അല്ലെങ്കിൽ പ്രേക്ഷകരെ എത്രത്തോളം മാനിക്കണം എന്നുള്ള ഒരു ഇത് സൂചിപ്പിക്കുന്ന, പ്രാധാന്യം സൂചിപ്പിക്കുന്ന 2 വരികളാണ് ഉള്ളൂർ എഴുതിയിട്ടുള്ളത്. ഞാൻ പാടിയത് പേശലമല്ല ഒരു വസ്തു ഉലകിൽ പ്രേക്ഷകനില്ലെന്ന്. അപ്പോൾ പ്രേക്ഷകരെ വേണം നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. വേദിയിൽ ഭാർഗവൻ സാർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും എല്ലാവരും നമ്മൾ വേദിയിൽ സദസ്സിലിരിക്കുന്നവർ ഒന്നുകൂടെ ആദരിക്കേണ്ടവരാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്. ശ്രീ നൂർനാട് രാജീവ് സാറിൻ്റെ ഇങ്ങനൊരു ചടങ്ങിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക, അതിനുള്ളൊരു സന്തോഷം കൊണ്ട് ഞാനിവിടെ ഞാനും എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് ഇതിൽ പങ്കെടുക്കുന്ന വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അദ്ദേഹം എത്രയോ നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആള്, അദ്ദേഹത്തിന് ജന്മനാ ഉള്ള അനുഗ്രഹീതമായ അദ്ദേഹത്തിന് സൗസിദ്ധമായിട്ടുള്ള കഴിവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. 100% ആത്മാർത്ഥത കാര്യത്തിൽ പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ തന്നെ ഓരോന്നും സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ എത്ര ഇപ്പോൾ വയലാർ ദേവരാജൻ ടീമൊക്കെ ഒരുക്കിയിട്ടുള്ളത് പോലെ സത്യം സാന്ദർഭികമായിട്ട് സാഹചര്യത്തിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് എഴുതാൻ അസാധാരണ കഴിവുള്ള ഒരു കവിയാണ് ശ്രീ രാജീവ് രാജീവ് എന്നുള്ളത്. സജീവ് മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള
പ്രിയമുള്ള സുഹൃത്തുക്കൾ കൂടി ഇരിപ്പുണ്ട്. എല്ലാവരും സത്യത്തിൽ ഇത്രയും കലാകാരന്മാരെയും കലാ ആസ്വാദകരെയും ഈ സന്ധ്യയ്ക്ക് ഒന്നിച്ച് ചേർക്കാൻ ഒന്നിച്ചൊരു കൂട്ടായ്മയോട് കൂടി ഇങ്ങനെ എല്ലാവരുടെ ഒരു കുടുംബയോഗം പോലെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്, ഈ ആൽബത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. കാര്യങ്ങളെ പറ്റി പറഞ്ഞു. സിനിമയിൽ പാട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ സൂപ്പർ ജെമിനിക്കകത്ത് തന്നെ 4 സോങ്ങുണ്ട്. ഞാനിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയ്ക്കകത്തുള്ളത് ആക്ച്വലി സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് നല്ല ഗാനങ്ങൾ, നല്ല വരികളുള്ള നല്ല ഗാനങ്ങൾ വേണം, നല്ല സംഗീതം വേണം. നല്ല ജനങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിയുള്ളൂ. ഏതായാലും ഈ കാലഘട്ടത്തിൽ ഇപ്പം ഈ അടുത്ത സമയത്ത് വന്ന് ഞാൻ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളുടെ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡി ഓറിയൻറ്റഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ ബിസിനസ് പരമായിട്ട് അതിനകത്ത് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞതാണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ, അതായത് സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്തൊരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ ബിസിനസ് ആകാൻ വലിയ പാടാണ്. സിനിമ എത്ര നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ ഇപ്പം അതുകൊണ്ട് നമ്മൾ സിനിമ അവർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം തന്നെ ഇപ്പം ഏകദേശം ഇപ്പം ആമസോണുമായിട്ട് സംസാരിച്ചാലും ധാരണയായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ OTTക്കൊന്നും കുത്തും വെട്ടും പിന്നെ ക്രൈം ത്രില്ലൊക്കെ പറയുന്നത് അത് സിനിമയുടെ ഒരു ലെവലേ മാറിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു കുടുംബ ചിത്രം, നിങ്ങൾ കുട്ടികൾക്കൊപ്പം ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന നല്ല ഒരു മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സൂപ്പർ ജെമിനി. ഞാനത് നിങ്ങൾ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും ബാക്കിയുള്ളവരെ അറിയിക്കുക. പിന്നെ ഈ മാസം തന്നെ ഉണ്ട്, ജനുവരി ആദ്യം തന്നെ ഉണ്ട് റിലീസ്. എൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൊല്ലത്ത് വന്നത്. ഇങ്ങനെ ഡേറ്റ് കുറച്ച് ദിവസത്തിനുള്ളിൽ അനൗൺസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ രാജുവേട്ടനൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഷൂട്ടിനിടയിലാണ് നമ്മൾ ഇതുപോലെ എന്നോട് പറഞ്ഞൊരു അവസരം ചോദിച്ചത്. എന്തായാലും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല കുറച്ച് സീൻസിനകത്തുണ്ട്. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ലൈജു ഉണ്ട് ഇവിടെ. പിന്നെ ജിജി കുന്തില, ഇദ്ദേഹം അതിനകത്ത് ഒരു വില്ലൻ വേഷം കൈകാര്യം ചെയ്തതാണ്. എന്തായാലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 വർഷത്തോളം ഞാനത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ആഗ്രഹിക്കുന്നവർ ഏത് മേഖലയായാലും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എത്തിയിരിക്കും. ഉദാഹരണത്തിന് അമ്മ തന്നെ, കനകമ്മയുടെ ഇത് തന്നെയാണ്. എത്ര വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ജെ ഹോ എന്നൊരു സിനിമയ്ക്കകത്തോട് തന്നെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി. പക്ഷേ കുറച്ച് അതൊന്നും അല്ല, ഞങ്ങൾ കണ്ണൂർ പോയപ്പോൾ തന്നെ എനിക്കൊന്നും ചെങ്ങിനൊന്ന് കണ്ണൂർ വരെ ചിരിക്കാനേ സമയം കിട്ടിയുള്ളൂ. അത്ര രസകരമായിട്ടാണ് അമ്മയുടെ ഞങ്ങൾ. അതുകൊണ്ട് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും പേര് ഇങ്ങനെ വന്ന് ഈ സായനത്തിൽ ഇങ്ങനെ വന്നിരുന്ന് ഈ കലാകാരന്മാരെ അംഗീകരിക്കാനായിട്ട് വന്നെത്തിയിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കനകമ്മയെ ഞാൻ ഇന്നലെ ഇന്നും വിളിച്ചില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇത്രത്തോളം പ്രാധാന്യം എനിക്ക് സത്യം പറയാൻ അറിയില്ലായിരുന്നു. ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും എന്നെ ലേറ്റായി എന്നെ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കും. ഈ കലാകാരന്മാർക്കുള്ള എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും. താങ്ക് യു.